റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ആ ബന്ധത്തിലൂടെ വലിയ പിന്തുണ ഇസ്രായേലിനെതിരായ നീക്കങ്ങൾക്ക് ഉറപ്പിക്കാൻ ഇബ്രാഹിം റൈസിക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ മരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായും അത് ഇസ്രായേൽ മുതലെടുക്കും. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ യുദ്ധമുഖത്ത് ആരും എതിരാളികളില്ലാത്ത അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങൾ, എതിർ നീക്കങ്ങൾ താൽക്കാലികമായി ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇസ്രായേൽ അതിശക്തമായ ആക്രമണം, ഒരുപക്ഷെ ഇസ്രായേൽ നേരത്തെ മുതൽ തന്നെ റഫയിലേക്ക് അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പ് അതിശക്തം തന്നെയായിരുന്നു. പ്രത്യാക്രമണങ്ങൾ രൂക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ കൂട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതായത് ഇബ്രാഹിം റൈസി മരിക്കുന്നതിന് മുമ്പ് വരെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നോർത്തേൺ ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങൾ ഉണ്ടായി.